അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെയൊക്കെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിരിക്കല്ല, നമ്മൾ ദൈവത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട്, അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത കഥയാണ് പറയണോ? അങ്ങനെ ഞാൻ 29 കൊല്ലം നേഴ്സിങ്ങിൽ കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാലിൽ വേദന വന്ന് കാലിൻ്റെ ഉള്ളിൽ 2 ട്യൂമർ ഡോക്ടർ കണ്ടുപിടിച്ചു. ഉടനെ തന്നെ നാളെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം. അത് ക്യാൻസർ ആണെന്ന് സാധ്യത. കാരണം 6 മാസം മുമ്പ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാലിൽ. അപ്പോൾ ഓപ്പറേഷൻ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും പുറത്ത് വന്ന് നിൽക്കും, എപ്പോഴാണാവോ മോളുറങ്ങിയാവോ എന്നിങ്ങനെയൊക്കെ ചോദിച്ചിട്ടല്ലേ. ഇവിടെ ആരുമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരുമില്ല. ആരുണ്ടായിരുന്നേ? ദൈവം ഞാനും മാത്രം. അപ്പോൾ ഞാൻ ആ കുരിശുമ്മ നോക്കിയിട്ട് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഡോൺ കമിലോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഡോൺ കമിലോ എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിൽ നിന്നൊരു സിനിമ. ഒരു അച്ഛൻ എപ്പോഴും കർത്താവിനോട് സംസാരിക്കും, ദേഷ്യത്തിലും വഴക്ക് പറഞ്ഞിട്ടൊക്കെ. എന്നെ അവർ ഡോൺ കമിലോ എന്ന് പറയാറുണ്ട്. പണ്ട് കൊച്ചു സിസ്റ്ററായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവിനോട്. അപ്പോൾ അന്ന് ഞാൻ കുരിശ് കണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞേ, എൻ്റെ ഈശോയെ, നീ ഇന്ന് വരെ എനിക്ക് 2 ആരോഗ്യമുള്ള കാല് തന്നു, ഞാൻ ഒരിക്കലും നിന്നോട് നന്ദി പറഞ്ഞിട്ടില്ല. നീ എനിക്ക് 2 കണ്ണ് തന്നു, ആരോഗ്യമുള്ള കണ്ണ്. നിങ്ങൾ നന്ദി പറയാറുണ്ടോ? അതിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ വളരെ നല്ല ആളുകളാണല്ലോ. നന്ദി പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഉപയോഗത്തിനും നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം വരാണ്ട് അങ്ങൊരു കേൾക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഇതൊന്നും പറയേണ്ട ഓർക്കാണ്ട്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് അല്ലേലിയൊക്കെ കേൾക്കാൻ വലിയ വിഷമമുള്ള ആളായിരുന്നു. കൈ പൊന്തിക്കാനും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ജർമ്മനിയിൽ നിന്ന് വരുന്ന സിസ്റ്ററല്ലേ, അതൊന്നും എനിക്ക് യോജിച്ചതല്ലല്ലോ എന്നുള്ളൊരു തലയിലൊരു തെറ്റായ ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ. എൻ്റെ അമ്മ ആദ്യം 82 പോയി ധ്യാനിച്ചൊരു എൻ്റെ ബ്രദറും കൂടി, അവർ 2 പേരും ധ്യാനം കൂടി വന്ന് 82 വീട്ടിലെന്നും ഈ കയ്യടിയും സ്തുതിപ്പാണ്. ഞാൻ അങ്ങനെ എല്ലാം 3 കൊല്ലം നാട്ടിൽ ചെല്ലുമ്പോൾ അന്നാളിൽ അമ്മ പറയും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കയ്യടി തുടങ്ങുമ്പോൾ ഞാൻ പറയും നിങ്ങളതൊക്കെ ചെയ്തു, ഞാൻ അടുത്ത മുറിയിൽ പോയിട്ട് കയ്യടിക്കാമെന്ന്. ഇന്ന് എൻ്റെ അമ്മയും അപ്പച്ചത് കണ്ടാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യമുണ്ട്. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ അവർ നോക്കി കണ്ടുണ്ടാവുന്നതൊക്കെ. അപ്പോൾ അന്ന് ഞാൻ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അത്. പക്ഷേ ഈ സ്തുതിപ്പ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനൊരു സ്തുതിപ്പ് വന്നപ്പോൾ എൻ്റെ എല്ലാ ഭയവും കർത്താവ് എടുത്ത് മാറ്റി. ഞാൻ വീണ്ടും കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്ക് എപ്പോഴും ഈ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ കർത്താവായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്, കൊച്ചിൽ തന്നെ. അവസാനം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. വലിയ ഓപ്പറേഷനായിരുന്നു. സ്ക്രൂ ഒക്കെ ഇട്ട് അടച്ച് 3 സ്ക്രൂ ഒക്കെ ഇട്ട്. എന്നാലും ക്യാൻസറുടെ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ അല്ലായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കില്ലായിരുന്നു. എനിക്കറിയാം നേഴ്സായിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെ നടക്കാൻ പോകണമെന്നുള്ളത്. എത്രയോ രോഗികളെ ബോൺ ക്യാൻസർ ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖമാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു എഴുത്ത് വന്നു. ഞാൻ നാട്ടിലേക്ക് പോയി നല്ല കാലുമ പ്ലാസ്റ്ററൊക്കെ ഇട്ട് 2 വടിയും കുത്തിപ്പിടിച്ച് പ്ലെയിൻ ഇറങ്ങി. അവർക്കറിയില്ല എനിക്ക് അസുഖമാണെന്നുള്ളത്. അമ്മയ്ക്കാണെങ്കിൽ ഒരു നേരിയ തളർന്ന് കിടക്കായിരുന്നു ഒരു വശം. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് വന്നു എന്തോ കാര്യത്തിന്. ആ ഇലക്ട്രിക് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങളുടെ അമ്മയ്ക്ക് അസുഖമല്ലേ, ഞങ്ങളൊരു പ്രാർത്ഥന ഗ്രൂപ്പ് വന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്താ വേണമെങ്കിലും അയക്കോ, മനസ്സിലായോ എൻ്റെ ഇത്. അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ അമ്മ വർത്തമാനം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞേ, എൻ്റെ മോളെ നമുക്ക് ഇന്ന് ഒരു കൺവെൻഷൻ ഉണ്ട് കുരിയച്ചറ പള്ളിയുടെ മുറ്റത്ത്. മാത്യു നാക്കാമ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ വരുന്നുണ്ട് അവിടെ. അത് നമുക്കൊന്ന് പോകാം ഒരു ദിവസം. ഞാൻ പറഞ്ഞു അമ്മ കുറേ പ്രാവശ്യം എന്നോട് പറയുന്നു ഈ കാര്യത്തിന് പോകാൻ. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ വരുന്നു. പിന്നെ എന്നെ ഒരിക്കലും നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി. ഞാൻ 2 ഇതും പിടിച്ച് കാലും ഏറ്റുവെച്ച് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പാട്ട്, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കേട്ടിട്ടുണ്ടോ പാട്ട് നിങ്ങൾ? ഭയപ്പെടേണ്ട. അങ്ങനെ എനിക്ക് പിന്നെ പാടാൻ ശരിക്കും അറിയില്ല അങ്ങനത്തെ പാട്ട്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കാണ്.
ഒരു അച്ഛൻ അവിടെ നിന്നിട്ട് ഭയങ്കര ബഹളത്തിലോ, യേശുസ് യേശുസ് ജീസസ് ഇവിടെയുണ്ട്, ജീസസ് ഇവിടെയുണ്ട്. ഞാൻ വിളിച്ച അച്ഛനൊന്ന് പതുക്കനെ പറഞ്ഞാൽ എന്താ, നമുക്ക് വല്ല ചെവിക്ക് കേടും. എന്നിട്ട് ഈ കണ്ണ് മുകളിലേക്കും താഴ്ത്തിക്കും ആക്കി, മറ്റേ നക്കന്മാർമെല്ലാം അറിയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, കണ്ണ് മുകളിലേക്കും താഴ്ത്തിക്കാക്കി. ഞാൻ വിചാരിച്ചേ എന്തിനാ അച്ഛൻ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ, നമുക്ക് വല്ല ചെവിടിന് കുറവുണ്ടോ വല്ലതും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കർത്താവിനോട്, എൻ്റെ ഈശോയെ, ഞാൻ അന്ന് നിൻ്റെ കൂടെ സ്ലിയാന്മാരുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിലേ ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും നമ്മളൊന്നും കാണാനില്ല. എനിക്കറിയാം നിനക്കെല്ലാം സാധിക്കുന്നൊക്കെ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജന്മനാല് കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത മകളെ, നമ്മുടെ ഈശോ നിൻ്റെ നാവിൻ്റെ കെട്ടുകളിൽ പഴിക്കുന്നു, നിനക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, നീ സംസാരിക്കുക എന്നും പറഞ്ഞ് ഉറക്ക ശബ്ദം. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അത് ശരിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, എവിടെയാണ് ആ കുട്ടിയെന്ന് ഞാൻ ചോദിച്ചത്. ആ സമയത്ത് അവരപ്പനും അമ്മയും കൊണ്ടുവന്ന് 14 വയസ്സുകാരി പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ആ കുട്ടി ആദ്യമായിട്ട് യേശു എന്ന് വിളിച്ചപ്പോൾ എൻ്റെ കൈ പൊന്തിയത് ഇപ്പോഴും കൈ നിൽക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. എൻ്റെ കൈ പിന്നെ താഴ്ന്നിട്ടില്ല. യേശുവിന് വേണ്ടി ഞാൻ എവിടെ പോയാലും എൻ്റെ കൈ ഉയർത്തി പിടിക്കാൻ ഞാൻ സന്നദ്ധമാണ്. 1990 ഉണ്ടായത്. ഞാൻ 20 മിനിറ്റ് നേരം ഉറക്ക കരഞ്ഞു നിന്നു അവിടെ. കാരണം എന്താണെന്നറിയോ, എൻ്റെ യേശു എന്നെ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ പുതിയ സൃഷ്ടിയാക്കുകയാണ് ഇപ്പോൾ. എൻ്റെ എല്ലാ 3 എന്താ പറയുക, ബെറായിഹിൽ ത്രൈ ബെറായിഹ് ഹറ്റമിഷ്, എൻ്റെ ആത്മാവിലും ശരീരത്തിലും 3 തലത്തിലും കർത്താവ് എനിക്ക് സൗഖ്യം തന്നിട്ട്, എനിക്ക് കരണ്ട് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പ്രാർത്ഥിക്കായിരുന്നു. ഭയങ്കര ശബ്ദത്തിൽ ഞാൻ കരയായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കരഞ്ഞപ്പോൾ. കാരണം അമ്മയ്ക്ക് മനസ്സിലായി, ഇപ്പം കർത്താവ് എൻ്റെ മോളെ പിടിച്ച് കുലുക്കി. പക്ഷേ എല്ലാ മക്കളിലും വെച്ച് കൂടുതൽ കുലുക്കി തന്നെയായിരുന്നു. കർത്താവ് എന്നോട് പതുക്കനെ പറഞ്ഞു സ്വകാര്യത്തിൽ, എൻ്റെ മോളെ, നീ ലോകം മുഴുവനും പോയിട്ട് എൻ്റെ വചനം പ്രഘോഷിക്കാൻ. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഇന്നൊരു കാര്യം നിന്നോട് ഞാൻ പറയാം. ഇതുവരെ ഞാൻ നിന്നെക്കാളും വലുതാണെന്നുള്ള പോലെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. നിങ്ങളൊക്കെ വളരെ ഭക്തിയുള്ളവരായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്ന നേരത്തെ ഇങ്ങനെ. ഇത് കഴിഞ്ഞപ്പോൾ എന്ത് പറയുന്നു കർത്താവ് എന്നോട്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഇന്ന് തൊട്ട് ഞാൻ 2 വയസ്സായൊരു കുട്ടിയാവുമ്പോൾ നിൻ്റെ അടുത്ത്. ഞാൻ 2 വയസ്സായ കുട്ടിയായിട്ട്, നമ്മൾ കുട്ടികളോട് ഓടി നടക്കണം കണ്ടില്ലേ, ഇപ്പോഴും അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ചിലവർ. അപ്പോൾ അവരെന്ത് ചെയ്യുക, അപ്പൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? അവർക്കൊന്നുമില്ല. അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചാലും മതി. എന്താ, അവരൊരു തെറ്റും ചെയ്യില്ല, അവർക്ക് സുഖമായിട്ട് നടക്കാം. എവിടെ ഐസ് കൊണ്ടോ മേടിച്ച് കഴിക്കാം. അല്ലെങ്കിൽ എപ്പോഴും അപ്പൻ്റെ കൈ പിടിച്ച് നടന്നാൽ അപ്പൻ ഒന്നും തെറ്റായത് ചെയ്യില്ല കുട്ടിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൈ പിടിച്ച് ഇനി ജീവിക്കാം, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പണ്ടത്തെ സിസ്റ്റർ മാറിയിട്ടല്ല ഞാൻ പുതിയ സൃഷ്ടിയായിട്ട് മാറി. എൻ്റെ ഈശോയെ, എനിക്ക് അതിനുള്ള ശക്തി തന്നാൽ മതി. ഞാനെല്ലാം നീ പറയും ചെയ്യാം, പക്ഷെ ഞാനൊരു കഴുതയാവാം. അപ്പോൾ കർത്താവ്, നീ കഴുതപ്പുറത്തിരുന്നിട്ട് തന്നെ ഏത് രാജ്യത്തിൽ കൊണ്ടായാലും കർത്താവുണ്ട് കൂടെ. നല്ല കാര്യമല്ലേ? കഴുതയാവാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇവിടെ? അവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണത്? പക്ഷെ മുഖത്തിങ്ങനെ വലിയതായിട്ടൊന്നും കാണുന്നില്ല. ചിലർക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. കൈയടിക്കണോ? കൈയടിച്ചെന്ന് കർത്താവിന് കൈയടിച്ച്. യേശുന്നും ജീവിച്ചിരിപ്പുണ്ടല്ലേ? അയ്യോ, എത്ര പതുക്കലുണ്ടെന്ന് പറഞ്ഞേ. യേശു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അതിന് താഴെ എന്താ പറയാ സന്തോഷം വരുമ്പോൾ? ഹല്ലേലൂയ. സോ അത് കഴിഞ്ഞ് എനിക്ക് ഇതൊക്കെ കിട്ടി, എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കിട്ടി. ഞാൻ തിരിച്ച് ജർമ്മനിയിൽ വന്നു. എൻ്റെ കാലിൻ്റെ എനിക്ക് സൗഖ്യം കിട്ടി. കാലിന് എൻ്റെ പ്ലാസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അത് വേഗം വെട്ടിക്കളഞ്ഞു. എൻ്റെ 2 വടിയെടുത്ത് കളഞ്ഞു. ഞാൻ ചെന്ന് ജനറൽ അടുത്ത് പറഞ്ഞു, എൻ്റെ അനുഭവം പറഞ്ഞു. മദർ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാത്തിനും നിൻ്റെ കൂടെ നിൽക്കാം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. അന്ന് 90 തുടങ്ങിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആദ്യത്തെ 5 കൊല്ലം
ജർമ്മനി, ഇന്ത്യയിൽ നിന്ന് എല്ലാ അച്ഛന്മാരെയും, വളരെയധികം അച്ഛന്മാരെ, അതായത് ഫാദർ കുര്യാക്കോസ് പൂന്നോലിൽ, ജെയിംസ് മഞ്ഞാക്കൽ എന്ന് പറഞ്ഞൊരച്ഛൻ, മാത്യു അച്ഛൻ, പിന്നെ വർക്കി കൊളുത്തുവയൽ ടീം, തോമസ് പോൾ, ഇങ്ങനെ എല്ലാവരും ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടെടുക്കുക കാറിൽ, അവരെ വചനം തർജ്ജമ ചെയ്യുക മലയാളത്തിൽ നിന്ന് ജർമ്മനിയിലേക്ക്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു മൈക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഇത് മതി, നീ തന്നെ സംസാരിക്കുക, നീ തന്നെ സംസാരിക്കും, നിൻ്റെ ഭാഷയിൽ ഇവിടുത്തുകാരോട് സംസാരിക്കുന്നേ, എൻ്റെ വചനം നീ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു തന്നു. അന്ന് തുടങ്ങി ഈ മൈക്കും കൊണ്ട് ഞാൻ നടക്കുകയാണ്. വളരെ നല്ല അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് അടിയൊക്കെ ഇടയ്ക്ക് കിട്ടും, അതെപ്പോഴും ശരിയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയാണ് അല്ലേ. യോഹന്നാൻ 15-ൽ എനിക്ക് കുറച്ച് വചനം എനിക്ക് പെട്ടെന്ന് കിട്ടില്ല ഇതിനകത്ത്. 15-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവ് പറയണു, യേശു പറയണു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഉണങ്ങിയത് എന്ത് ചെയ്യും? ആ കമ്പുകളൊക്കെ ശേഖരിച്ചിട്ട് തീയിലിടും. എവിടെയാണ് തീ കത്തണേ? മറ്റോടത്തല്ലേ, മറ്റേ കമ്പനിക്കാരുടെ അവിടെയല്ലേ പോണം നമുക്ക് ആർക്കെങ്കിലും അവിടെ? ഭയങ്കര ചൂടും വേണ്ടാത്ത ഒരു തരം മണമെന്ന് കേട്ടു അവിടെ. ഷ്വേഫിലിൻ്റെ മണം. ഷ്വേഫിൽ എന്ന് പറയുമോ? എന്തിൻ്റെ മണം നിങ്ങൾക്ക് മനസ്സിലായി? നരകത്തിലുള്ള മണം. അതൊന്നും ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വെറുതെ ആലോചിച്ചിരിക്കണ്ട, നമുക്കിവിടെ തന്നെ പോയാൽ മതി, അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ യേശുവിൽ നിന്ന് വെട്ടി പോവുകയാണെങ്കിൽ അകന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഉണങ്ങിപ്പോകും. യേശുവിൻ്റെ അടുത്ത് ജീവിച്ചാൽ നമ്മൾ ഉണങ്ങില്ല. പക്ഷെ 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാകണം. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ജർമ്മൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടിക്കളയും. അപ്പം എന്തുണ്ടാവും? വെട്ടിക്കളയുമ്പോൾ എന്തുണ്ടാവും? കൂടുതൽ ഫലം പുറപ്പെടുവിക്കും അവിടെ. അങ്ങനെയാണ് ഇവിടെ കർത്താവ് പറയണത്. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കാക്കാനായിട്ട് വെട്ടിവെക്കുകയും ചെയ്യുന്നു. പിന്നെന്താ ചെയ്യണത്? അതുമായിട്ടൊരു ശുദ്ധീകരണം നടത്തുവർ. ഇതൊക്കെ വേദന എടുക്കണ കാര്യമാണ്. അപ്പം ഞാനെന്ത് പറയുന്നത്? എന്നെ എന്ന് വേണമെങ്കിലും വെട്ടിക്കാം. വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഫലമുള്ള പുറപ്പെടുവിക്കണേ. ഒരു വെട്ടിൽ കഴിഞ്ഞാൽ എനിക്കറിയാം വലിയ ഫലം ഉണ്ടാവുമെന്ന്. ഞാൻ ഇവിടെ വെച്ച് പോളണ്ടിൽ വെച്ച് ഒരു വലിയൊരു കാസ കണ്ടു. കാസ എന്ന് പറയില്ലേ, കുർബാനയ്ക്ക് അച്ഛന്മാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സഹിക്കാൻ വരുന്നുണ്ടെന്ന്, സഹനം വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ധ്യാനിപ്പിക്കുന്നവരോട് പറഞ്ഞു, എനിക്ക് സഹനം വരുന്നുണ്ട്, ഞാൻ അടുത്ത ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണം. ഓസ്ട്രേലിയ എന്ന് പറയില്ലേ, ഓസ്ട്രിയ അല്ല, കുറേ അകലെയുള്ള സ്ഥലം, സിംഗപ്പൂരൊക്കെ കഴിഞ്ഞ് പോകുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ അവിടെ സഹനമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസമാണ് എനിക്ക് സഹനം കിട്ടിയത്. ഞാൻ വീണ് കഴിഞ്ഞ് എന്നെ ഇവരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തയ്ച്ചൊക്കെ കഴിഞ്ഞ് തുന്നി ഇവിടെയൊക്കെ കൂട്ടി മുക്കുമൊക്കെ തുന്നില്ല, അതൊക്കെ സ്റ്റിച്ചൊക്കെ വെട്ടി. അത് കഴിഞ്ഞ് എന്നെ ബെഡിൽ കൊണ്ടു കിടത്തിയപ്പോൾ ഞാൻ കാണുകയാണ് വലിയൊരു ഫ്ലവർ വാസ്, 1000 റോസപ്പൂവുള്ള ഫ്ലവർ വാസ്. അതിൻ്റെ എൻ്റെ ഉയരത്തിലുള്ള ഓരോ റോസപ്പൂക്കളാണ്. പക്ഷെ അതിൻ്റെ തണ്ട് നിറച്ച് മുള്ള. ഞാൻ കർത്താവിനോട് പറഞ്ഞു, മനസ്സിലായി, എനിക്ക് പൂവ് കിട്ടും, പക്ഷേ ഈ മുള്ളില്ലാണ്ടുള്ള സ്ഥലമില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ യോജിക്കണം. നമ്മൾ ഈ പൂവ് മാത്രം പറിക്കാനായിട്ട് സന്തോഷിക്കാനുള്ളവരല്ല, നമ്മൾ കർത്താവിൻ്റെ കൂടെ സഹിക്കാനും കൂടിയിട്ടുള്ളവരാണ്. ഈ സഹനത്തിന് ഞാനില്ലേ, സമ്മാനം എനിക്ക് തന്നോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ മുഖം അടിച്ച് വീണ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ജർമ്മനിയിൽ ഇറങ്ങി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. എനിക്ക് വേദനയൊന്നുമില്ല മുഖത്ത്, പക്ഷെ മുഖം കണ്ട ഭൂപ്പടം പോലെ ഇരുന്നിരുന്നത്. കണ്ടുണ്ടോ ഭൂപ്പടം? പല കളറിൽ അങ്ങനെയായിരുന്നു എൻ്റെ മുഖം. പക്ഷെ എന്നാലും ഞാൻ പോയി പ്ലെയിനിൽ.
ഈ കയ്യുമ്പോൾ ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് സാറുണ്ടായില്ല. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകും. ഞങ്ങൾക്ക് 7 പ്രോഗ്രാം അവർ വെച്ചിരിക്കണം. എല്ലാ ദിവസവും രാത്രി 7:30 പ്രോഗ്രാം തുടങ്ങിയിട്ട് 3 മണിക്ക് ഞങ്ങൾ പറ്റി വരണേ. ഭയങ്കര ക്ഷീണം ഒക്കെ സഹിക്കാൻ തയ്യാറായിട്ട് പോയത്. അവിടെ ഒരു പെൺകുട്ടി, പ്രീതി എന്ന് പറയുന്ന ഒരു സ്ത്രീ, മലയാളി, ഒരു ഡോക്ടർ ജാക്ലിൻ എന്നെ വിളിച്ച് പറഞ്ഞു. ജാക്ലിൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ആരെങ്കിലും അറിയായിരിക്കും. ജാക്ലിൻ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഒരു മലയാളി സ്ത്രീ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഒരു ഭാഗം തളർന്ന് കിടക്കുകയാണ്. ഗർഭമുണ്ടായിരുന്ന സ്ത്രീയാണ്. അവളുടെ കുട്ടീനെ അവർ വയറ് കീറി എടുത്തു. ആ കുട്ടി മരിച്ചതായിരുന്നു. മോൺസറിൽ വെച്ചിട്ടുണ്ട്. ഇവളും കൂടി ശരിയായില്ലെങ്കിൽ 2 പേരും കൂടി ശവടക്കാനാണ് അവരവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഇവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജാക്കിനോട് പറഞ്ഞു, ഞാൻ ഉടനെ പോകും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഫാദറിനോട് ഞാൻ പറഞ്ഞു, എന്നെ സഹായിക്കാനായിട്ടൊരു ഫാദർ ജർമ്മൻകാരനുണ്ടായിരുന്നു. അച്ഛൻ നമുക്ക് 2 പേരും കൂടി പ്രീതിക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ആ തണുത്ത ഭാഗം മുഴുവൻ ചൂടായി. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രീതിയുടെ അടുത്ത് ചെന്നു. പ്രീതിയുടെ ഭർത്താവ് ഭയങ്കര കരച്ചിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രീതി സംസാരിക്കാൻ തുടങ്ങി, കാലെടുക്കാൻ തുടങ്ങി, കൈയെടുക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അങ്ങോട്ട് അവസാനത്തെ ദിവസം മിനിയാന്ന് ഞാൻ ഫോൺ വിളിച്ചു, ലിസമ്മ എന്ത് പറയണു പ്രീതി? പ്രീതി നടന്നു തുടങ്ങി, പ്രീതി സംസാരിച്ചു തുടങ്ങി. ഡോക്ടേഴ്സിനൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം കർത്താവ് അവിടെ നടത്തി. അപ്പം നമുക്ക് അത് ഞാൻ പറയട്ടെ, എനിക്കതിലൊരു പങ്കുമില്ല കേട്ടോ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. പ്രീതിനെ ഒരു വലിയ സാക്ഷിയാക്കി മാറ്റാണ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. ഞാനത് അവിടെ നിന്ന് പ്രാർത്ഥന ഗ്രൂപ്പിൽ ചെന്നെന്ന് പറഞ്ഞു, ഇനി പ്രീതിക്ക് സൗഖ്യം കൊടുത്തിട്ട്, പ്രീതിക്ക് സഹനം കൊടുത്തിട്ട്, പ്രീതിയിൽ കൂടെ ഇവരെല്ലാവരും ദൈവത്തിലേക്ക് അടുക്കാനായിട്ട്. അങ്ങനെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലിസമ്മ എന്നോട് ഇന്നലെ മിനിയാന്ന് പറയാണ്, സിസ്റ്റർ മാർഗരീറ്റ, അവിടെ സിസ്റ്റർ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയില്ലേ? ഒരു കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്ന് കിടക്കുന്നുണ്ട്, മലയാളി ആൺകുട്ടി. അവിടെ ആ ഭാര്യയും അപ്പനും അമ്മയും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അവൻ ചിരിച്ചു. കുറച്ചൊക്കെ കർത്താവ് ചെയ്യേണ്ടത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോൾ എന്നോട് കർത്താവ് പറയണത്, ആ ഭർത്താവിനോട് സംസാരിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ആളെ വിളിച്ച് പറഞ്ഞയച്ചു. ആ ഭർത്താവ് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഭർത്താവ് വന്നില്ലേ, ഭാര്യനെ പറഞ്ഞയച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഇപ്പം ഇന്നലെ മിനിയാന്ന് ലിസമ്മ എന്നോട് പറയാണ്, ആ ഭർത്താവ് കരഞ്ഞിട്ട് അവിടെ വന്ന് പറഞ്ഞെന്ന്. ഈ ഭർത്താവ് വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യേശു അവിടെ വന്ന് നിന്നു. ആരൊന്നും പറയുന്നില്ല. എന്തൊരു വലിയ അത്ഭുതമല്ലേ! എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. യേശു ആ മകൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് കാണിച്ചു കൊടുത്തു. ഞാനാണ് ചെയ്യുന്ന അത്ഭുതങ്ങൾ. യേശുവാണ് അത്ഭുതം ചെയ്യണത് എന്നുള്ളത് യേശു കാണിച്ചു കൊടുക്കണം. നമ്മൾ ഓരോരുത്തരെയും എത്ര കാര്യമായിട്ട് യേശു സ്നേഹിക്കണില്ലേ? സ്നേഹം തോന്നാത്തത് ആരെങ്കിലും ഉണ്ട് ഇവിടെ? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തത് ആരുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖങ്ങളും മാത്രം കാണുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ച് നമുക്ക് കൂദാശകൾ നമുക്ക് തന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാതും നമുക്ക് തന്നിട്ടുണ്ട്. അവിടത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കാര്യമാക്കാതെ, ഗൗരവമാവാതെ, ഞാൻ വല്ലതും കൂടുതലായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാവില്ല ഞാൻ പറയണത്. ആവശ്യമുണ്ടോ? അല്ല, നിങ്ങളൊക്കെ കുറേ ധ്യാനം കൂടിയവരാവും അല്ലേ? അല്ല, അങ്ങനെയാണോ? അറിയില്ല. ചില ആണുങ്ങളൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക, ഒന്ന് കേൾക്കട്ടെ ഈ കന്യാസ്ത്രീ പറയണത്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയാനുള്ള ഇത് വേണം. എനിക്ക് എല്ലാവർക്കും പറയാൻ പറ്റണത്, എൻ്റെ കർത്താവ്, എന്നറിയുന്ന കർത്താവ്, ഇന്നും ജീവിക്കുന്ന യേശു എന്നെ സ്നേഹിക്കുന്നു.
എനിക്ക് വേണ്ടി മാത്രമാണ് യേശു ഒന്നും ജീവിക്കണേന്ന്. ഞാനൊരു നിങ്ങളോടൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞങ്ങൾക്കൊരു ഹൗസ് കിട്ടി. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ 5 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാറും കൊണ്ട് എല്ലാ ലോകത്തിലും പോയി, ലോകത്തിലല്ല ജർമ്മനിയിൽ പോയി അച്ഛന്മാരെ കൊണ്ടൊന്ന് ധ്യാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് മാത്യു നാക്കാമ്പർ അച്ഛനും കൂടെ കർത്താവ് പറഞ്ഞു, സിസ്റ്റർ മാർഗരറ്റിക്ക് ആദ്യം ഒരു ചെറിയ ഹൗസ് കിട്ടും ധ്യാനിപ്പിക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ട് വലിയ കെട്ടിടം തരാൻ പോകുന്നുണ്ടെന്ന്. ഞാൻ 5 കൊല്ലം കാത്തിരുന്നു. ഞാനൊരു നിർബന്ധവും കാണിച്ചില്ല. എനിക്ക് വേഗം തായോ വീട് എവിടെയാണ് നീ എടുത്തു വെച്ചിരിക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ കാറിൽ പോകുമ്പോൾ ചില വലിയ വീടുകൾ കാണുമ്പോൾ ചോദിക്കും, എൻ്റെ ഈശോയെ ഇതാണോ ഈ വീട്? കാർ നിർത്തി നോക്കണോ? ഇല്ല അതൊന്നല്ല. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ എനിക്ക് ഒരു കാർഡ് കിട്ടിയിട്ട് അതൊരു സ്ത്രീ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവിടെ ഹൗസ് റഫായേൽ ഒരു ഡോക്ടറുടെ വീടാണ്. ആ ഡോക്ടർ പറയണത് ആ ഡോക്ടർ വീട് വിൽക്കാൻ പോകെ സമ്മാനം കൊടുക്കാനാണ് പോണത്, എന്നോട് പോയി നോക്കാൻ. ഞാൻ അങ്ങനെ 2 അടയാളം ചോദിച്ചു കർത്താവിനോട്, ഞാൻ പോയി ചോദിക്കണമെന്നുള്ളതിന്. ഒന്നാമത് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഡോക്ടർ ഫോൺ എടുക്കണം. അപ്പോൾ ഡോക്ടർ ഫോൺ വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് സമയമുള്ളത് ഉച്ചയ്ക്ക് 1:30. ഡോക്ടർക്ക് ആ സമയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വീട് കാണാൻ പോണില്ല. നമ്മൾ അങ്ങനെയാണ് കച്ചവടങ്ങൾ നടത്തണം അല്ലേ? അടയാളങ്ങൾ അറിയേണ്ടത് നമുക്ക് കർത്താവിൻ്റെ ആഗ്രഹമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഞങ്ങൾ 5 പേര് കൂടി പോയി. എൻ്റെ കൂട്ടുകാരി ജർമ്മൻ കന്യാസ്ത്രീ വേഗം 3 പേരും കൂടി കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി അവിടെ ചെന്നു. ഞാൻ വഴിയിൽ വെച്ച് തന്നെ പറഞ്ഞു, 5 പേരെയും കൊണ്ട് ചെല്ലുമ്പോൾ ആ സ്ത്രീക്ക് എന്ത് തോന്നുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ കയറി ചെന്നു. വലിയൊരു ഹാള് അല്ലേ ജസ്റ്റിൻ? നല്ല വീടല്ലേ കർത്താവ് നമുക്ക് തന്നത്? നല്ല വീട്. കാണുമ്പോൾ തന്നെ അറിയാം കർത്താവിന് നമുക്ക് ഫീൽ ചെയ്യാം അവിടെ. എന്നിട്ട് അവിടെ വരിയായിട്ട് നിൽക്കുമ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് പറയാണ്, ഹായ് 78 വയസ്സുകാരി കേട്ടോ, എന്താ അത് ഒരാൾക്ക് അപ്പോയിൻമെൻറ്റിന് ഇത്ര പേര് വന്നിരിക്കണേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഞാനങ്ങനെ ചിന്തിച്ചാലും പറയുമോ ഇത്? നിങ്ങൾ പറയുമോ ഇങ്ങനെ എല്ലാവരും? അപ്പം എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഞാനിനി എന്ത് പറയണം കർത്താവേ, ഈ പെണ്ണിനോട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് പറഞ്ഞതായോ? ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കേൾക്കാണ്, ഇതാണ് എൻ്റെ വസതി, ഇതാണ് എൻ്റെ കൂടാരം, ഞാൻ എന്നും നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാൻ കേട്ടതാ കർത്താവ് പറഞ്ഞത്. ഈ സ്ത്രീ അങ്ങനെ എല്ലാവർക്കും കൈ കൊടുത്ത് എൻ്റെ അടുത്ത് വന്നു. നിനക്ക് എന്താ വേണ്ടത്? നീയല്ല അപ്പോയിൻമെൻ്റ് എടുത്തത്, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞേ വളരെ സാവധാനത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ കേട്ടു ഈശോ പറയണത്, ഇത് ഈശോയുടെ വസതിയാണ്, ഈശോയുടെ കൂടാരാണ്, എന്നും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പറയണേ. നീ കേൾക്ക്, കർത്താവ് പറഞ്ഞ് കേൾക്ക്. ഞാൻ പറഞ്ഞു, നിനക്കും കേൾക്കാൻ വേണമെങ്കിലേ മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കും നമ്മൾ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കേ, എന്താ ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു. 1/2 മണിക്കൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കേ ഞാൻ ഈ വീട് തരാൻ തയ്യാറാണ്. ഒരു ചോദ്യമുണ്ട് എനിക്ക്, നീ എങ്ങനെ ഈ വീടിൻ്റെ മാനേജ് ചെയ്യും? 7 നിലയാണ് ഈ വീടിന്. ആ വീട് നിനക്ക് വരവില്ല. നിങ്ങൾ 2 സിസ്റ്റേഴ്സ് ജീവിക്കുന്ന മദർ ഹൗസിൽ നിന്ന് പണം വന്നിട്ടാണ്, നീ എങ്ങനെ മാനേജ് ചെയ്യും ചോദിച്ചു. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് ഈ വീട് തരാണെങ്കിൽ ഈ എല്ലാ മാസത്തിലും ആ പണം കൊണ്ടുതരും കർത്താവ്, എനിക്ക് അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ആ പണം ഇന്നും കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കുന്നു. വീട് കിട്ടിയിട്ട് 15 വർഷമായി. ഈ 15 വർഷത്തിനുള്ളിൽ ഞാൻ കർത്താവിന് വേണ്ടി കുറേ മീൻ പിടിച്ചു കഴിഞ്ഞു. കുറേ വലയിട്ട് മീൻ പിടിച്ചു കർത്താവിന് വേണ്ടി. വലിയ മീനുകളും ചെറിയ മീനുകളും കുട്ടി മീനുകളും. അതിലൊരു മീനാണ് ജസ്റ്റിൻ. ഹല്ലേലൂയ. അങ്ങനെയാണോ ജസ്റ്റിൻ? അപ്പം ചിലപ്പോൾ നെറ്റൊക്കെ കീറിപ്പോകും, വല കീറിപ്പോകും. അത്രയും അധികം നമുക്ക് മീനെ പിടിക്കാൻ പറ്റും. കാരണം അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞതുകൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, പക്ഷെ നിനക്ക് മീൻ പിടുത്തക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ കർത്താവെന്ന് അവർ ചോദിച്ചില്ല. അവരെന്താ ചെയ്തത്? നീ പറഞ്ഞതുകൊണ്ട് നിൻ്റെ വാക്കനുസരിച്ച് ഞങ്ങളിവിടെ വലയിടാം. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ കർത്താവ് പറഞ്ഞതുകൊണ്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യണം. കർത്താവിനോട് പറയാണ്, നീ റഷ്യയിലേക്ക്. 96 റഷ്യയിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു മലയാളി ചെല്ലണതാ. അവിടെ നിന്ന് കുറേ ബഹളുണ്ടായി, ഞങ്ങളങ്ങോട്ട് കടത്താണ്ടിരുന്നവർ. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടല്ലേ പോയത്. 1 മണിക്കൂറിന് ചിറ്റിപ്പിച്ചു, എന്നാലും കടത്തി. കാരണം ഞാൻ പറയണില്ല, എന്നാൽ ഞാൻ തിരിച്ചു പോകാമെന്ന് പറയണില്ല. ഞാൻ അവിടെ നിന്നു. കർത്താവിൻ്റെ പദ്ധതിയും പ്ലാനാണ്. 500 പിള്ളേരവിടെ വന്നത്. 500 പിള്ളേർക്ക് ഞാൻ 500 കൊന്ത കൊടുത്തു മെജ്ജിഗോറിയിൽ നിന്ന്. എന്നിട്ട് അവർ ഞാൻ കൊന്ത ചെല്ലാൻ പഠിപ്പിച്ചു.
പൂട്ടിയിട്ടിരുന്ന പള്ളികൾ തുറന്ന് ആ പിള്ളേർ പോയി കൊന്ത ചെല്ലാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതൊക്കെയാണ് ദൈവം നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത്. എവിടെയോ കിടക്കുന്ന തൃശ്ശൂർ പുത്തമ്പള്ളി വ്യാകുലമാതാവിൻ്റെ പള്ളിയുടെ പിന്നിലുള്ള ഒരു വളപ്പില കുടുംബത്തിൽ ജനിച്ച ആ പെൺകുട്ടീനെ കൊണ്ടുവന്ന് കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, ഹല്ലേലൂയ. ഞാൻ പറയാണ്, നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടോ കർത്താവ് പറയണത്? ഈ അച്ഛനിവിടെ കിടന്ന് പണിപ്പെട്ട് എന്തൊക്കെ അവിടെ ചെയ്ത് കൂട്ടുന്നത്, എന്ത് രസം. എനിക്കത് തന്നെ വല്ലാണ്ട് സ്പർശിച്ചു. എനിക്ക് ആരാണ് ഈ പാട്ട് പാടിയ ആൾ? ആ കുരിശിലെ പാട്ട് എന്നെ അത് പിടിച്ച് കൂലിക്ക് ഞാൻ കരഞ്ഞു തോറ്റു. എൻ്റെ കയ്യിൽ ചാഷൻ ഡിഗ്രിണ്ടായിരുന്നില്ല കരയാനായിട്ട്. അത്രയ്ക്ക് സ്പർശിച്ച പാട്ടത്. അവിടെ ആളെവിടെയാ? അച്ഛനും കൂടി പാടിയല്ലേ, വളരെ നന്നായിരുന്നു കേട്ടോ. എൻ്റെ പേര് സോണിയ അല്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു ഇത് നടക്കണമെന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു അപ്പ് ഡോക്ടർ വന്നിട്ട് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ് ഇവിടെ 10,000-3000 ആളുകൾ വന്ന് കൂടുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും. ഇങ്ങനെ ഒരു അച്ഛൻ വഴിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനിങ്ങനെ ഉള്ളിൽ വിചാരിച്ചു, ചിലപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോകും. കർത്താവ് പറഞ്ഞിട്ട് പുതിയ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി കുറച്ച് പോകാത്ത രാജ്യങ്ങളുണ്ട് കേട്ടോ, കോണ്ടിനെൻ്റ് അല്ല, രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ എനിക്കധികം നാളുണ്ടാവില്ലല്ലോ ഇനി, പ്രായം ചെന്നതുകൊണ്ടേ പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് 29 ഞാൻ ജനിച്ചത്. അല്ല 29 എന്തെന്നാ 90 1990 ഞാൻ ജനിച്ചത്. അറിയില്ലേ? അത് പുതിയതായിട്ട് ജനിച്ചത് ഞാൻ 90. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി എന്താ പറയാനുള്ളത്? ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾ റുമേനിയയിൽ പോയിട്ട് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ ബിഷപ്പ് വിളിച്ചിട്ടാണ് പോയത്. റുമേനിയനല്ല, യുക്രൈൻ എന്ന് കേട്ടിട്ടില്ലേ? ഒരു 12 പ്രാവശ്യം പോയി അവിടെ. അപ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിന് ഒരു ക്ഷീണിച്ച കറുത്ത മനുഷ്യൻ അതിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ യുക്രൈൻകാരാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ബിഷപ്പാണ് എന്നെ സഹായിച്ചത്, അച്ഛൻ്റെ വൈദികൻ്റെ ജോലി ചെയ്യാനായിട്ട്. ക്ലാസ് എടുത്തത്, ധ്യാനിപ്പിച്ചത് ഞാൻ. അപ്പോൾ ബിഷപ്പ് കുർബാനയ്ക്ക് മോൺസ്ട്രാൻസ് എടുത്ത് ഞാനും എഴുതിലും പിടിച്ച് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക, ക്ഷീണിച്ച ഒരു മനുഷ്യൻ. പക്ഷെ മുഖം ഇന്ത്യക്കാരുടെ ചായയില്ല. അപ്പോൾ ഇന്ത്യക്കാരല്ല, ഒന്നും എനിക്കറിയില്ല ഏത് ജാതിയാണെന്ന്, ആരാണെന്ന്. അങ്ങനെ ഈ മനുഷ്യനോട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ആ മകനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു, നിനക്ക് സങ്കടമില്ല ആ മകനെ കണ്ടിട്ട്? ക്ഷീണിച്ച് ഉണങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ കൈവയ്ക്കാൻ പറഞ്ഞു. ഞാൻ കൈവച്ച വഴിക്ക് ആൾ കരയാൻ തുടങ്ങി. അപ്പോഴെനിക്കറിയില്ല എന്താണെന്ന്. പിറ്റേ ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജിപ്സിയിൽ പെട്ടതാണ്. അറിയോ നിങ്ങൾക്ക് ജിപ്സി ഇല്ലേ? ജിപ്സി വർഗത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഞാനിവിടെ എന്നോടൊരു രോഗി, ഒരു സ്ത്രീ, യുക്രൈൻ സ്ത്രീ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം അവളുടെ ബ്രസ്റ്റിന് ക്യാൻസറായ സ്ത്രീയുടെ ക്യാൻസറെ മാറി ഞങ്ങളുടെ ധ്യാനത്തിൽ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവനെ മരിക്കാനായിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നതാണ് ഡോക്ടേഴ്സ്. 3 കൊല്ലത്തെ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ചെയ്തിട്ടും ഈ ജിപ്സി മനുഷ്യൻ മരിക്കാനാണ് പോണത്. അതുകൊണ്ട് ഈ മനുഷ്യനെ വീട്ടിലേക്ക് വിട്ടു. ഈ സ്ത്രീ അറിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിസ്റ്റർ ഇന്ത്യക്കാരി വരുന്നുണ്ട്, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് വന്നതെന്നും പറഞ്ഞ് അയാൾ സാക്ഷ്യം പറഞ്ഞ അദ്ദേഹം പോയി. അയാൾ വേറെ ഒന്നും പറഞ്ഞില്ല. 1 കൊല്ലം കഴിഞ്ഞ് വേറൊരു ഗ്രാമത്തിൽ ധ്യാനമായിരുന്നു. അന്ന് അവിടെ 110 പേര് വന്നിട്ടുണ്ട്. അതിൽ 10 ജിപ്സികൾ വന്ന് നിൽക്കുന്നു വരിയായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ബെല്ലോ എന്ന് പറഞ്ഞ മനുഷ്യൻ അതിലുണ്ടാവോ? അയാൾ മരിച്ചു കാണും അല്ലേ, അന്ന് ക്ഷീണിച്ച് രോഗിയായി വന്നു നിന്ന്, അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒക്കെ വേറെ ആളുകളാണ്, 10 പേരുണ്ട്, ഒക്കെ ആ കളറൊക്കെ ഉള്ളവർ. അങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഗ്രീറ്റിങ്സ്. ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പൻ ആരാ? എൻ്റെ അപ്പൻ ബെല്ലോ. ഞാൻ പറഞ്ഞു, ബെല്ലോ ജീവിച്ചിരിക്കുന്നുണ്ടോ? ബെല്ലോ ജീവിച്ചിരിക്കുന്നുണ്ട്, കർത്താവ് അവന് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ആ സൗഖ്യത്തിൻ്റെ കാര്യം പറയട്ടെ നിങ്ങളോട്. ആ ബെല്ലോ പിറ്റേ ദിവസം വന്നു, നല്ല വണ്ണത്തിൽ വലിയ പൂവൊക്കെ പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, നീ എഴുന്നേൽക്ക്, എനിക്ക് കണ്ടിട്ട് ബെല്ലാന്ന് തോന്നണില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു സിസ്റ്ററെ. ഞാൻ 4 ആഴ്ച എൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാ ജിപ്സികളോടും പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നെന്ന്. പക്ഷെ അവർ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞങ്ങൾ മഞ്ച വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞു, നീ മരിക്കാൻ പോകുന്നതിനാണ്, നീ എന്തിനീ പ്രാന്ത് പറയണമെന്ന് പറഞ്ഞു.
ആ മനുഷ്യൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ എഴുതി, ക്യാൻസറുടെ ഒരു 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 ചെറിയൊരു അംശം പോലും ഇവിടെ ഇല്ല. നീ ഏത് പച്ചല ചതച്ചാൽ കഴിച്ചതെന്ന് ചോദിച്ചു അവനോട്. പച്ചല ചതച്ച് കഴിച്ചോ നീ എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ യേശുവാണ് എനിക്ക് സൗഖ്യം തന്നതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അവൻ തിയോളജി പഠിച്ചു, അവൻ സാക്ഷ്യം പറയാൻ നടക്കുകയാണ്. അവൻ എല്ലാ ഗ്രാമത്തിലും പോയിട്ട് ജിപ്സികൾക്ക് സാക്ഷ്യം പറയാണ്. അടുത്ത ധ്യാനം 200 ജിപ്സികൾക്കായിരുന്നു ഞാൻ നടത്തിയത്. അവിടെ 200 പേർക്ക്, കല്യാണം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നവർ, കുമ്പസാരിക്കാത്തവർ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. 50 വയസ്സായിട്ട് ഒന്നിച്ച് ജീവിച്ച പല്ല് വരെ പോയ ഒരു അമ്മാമ്മ ജിപ്സി പറയാണ് എന്നോട്, എനിക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കണം, ഇന്നങ്ങനെ ഞാൻ മരിച്ച നരകത്തിൽ പോയില്ലേ. ഞാൻ ഇനി 2 ദിവസം കൂടി കാക്ക്, നീ ഇതുവരെ നീ കാത്തില്ലേ? 50 കൊല്ലം കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് പാപത്തിൽ കഴിഞ്ഞ് ഇനി 2 ദിവസം കാക്ക്. കാരണം നമുക്കിപ്പോൾ തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, മറ്റന്നാളാവാം അവസാനത്തെ ദിവസം. അങ്ങനെ ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്ത്, ഒരു ജിപ്സി മനുഷ്യന് സൗഖ്യം കൊടുത്ത് അവരുടെ വംശത്തിനെ മുഴുവൻ കർത്താവിലേക്ക് അടുപ്പിച്ചെന്ന് പറയണേ. അതായിട്ട് എനിക്കൊരു ബന്ധമില്ല. കർത്താവിന് ഇഷ്ടമുള്ളത് കർത്താവ് ചെയ്യണം. ഇവിടെ ഇന്ന് എന്തൊക്കെ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കിവിടെ രോഗികൾ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും രോഗികളുണ്ടോ? ആരുമില്ല. ഗൗരവമായിട്ട് രോഗമുള്ളവരുണ്ടോ? ഗൗരവമായിട്ടില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ രോഗികൾക്കൊക്കെ മുമ്പിൽ വരാം, നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ കുറച്ച് വരുത്തും. അപ്പം അങ്ങനെ പിന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ഞങ്ങൾക്കൊരു 80 വോളണ്ടിയേഴ്സ് ഉണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവർ. ഞാൻ ടെലിവിഷനിൽ സംസാരിക്കും, റേഡിയോയിൽ സംസാരിക്കും, പിന്നെ എല്ലായിടത്തും പോയി ലോകം മുഴുവൻ പോയി വചനം പറയും. കർത്താവ് അങ്ങനെ ഒരു പെൺകുട്ടീനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ലോകം മുഴുവനും പറഞ്ഞേക്കാൻ ഒരുക്കി. വേദനകളും സങ്കടങ്ങളും തന്ന് ശക്തിപ്പെടുത്തിയിട്ട്. അപ്പോൾ എല്ലാം കുരിശ് വരുമ്പോഴും നിങ്ങൾ സന്തോഷിച്ചോ? അതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിൻ്റെ കരണ്ട്. ദൈവം വെട്ടിയൊരുക്കാണ് നമ്മളെ. ഈ ജീവിതം നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും, നമുക്കറിയില്ല എത്ര നാളത്തും കൂടി ഉണ്ടെന്ന്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഒരുങ്ങിയിട്ടാണോ ജീവിക്കണേ? ആ വണ്ടി വരുമ്പോൾ പോകാനായിട്ടുള്ള വീസ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും വീസ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാ സംശയത്തിലാണ് പറയണേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:1-2 വചനം കർത്താവ് എന്താ പറയണേ? ഞാൻ പോകാണ് നിങ്ങൾക്ക് വേണ്ടി ബോണുങ്ങെന്ന് പറയണത് നമുക്ക് വേണ്ടി എന്താ ഹൗസ് ഒരുക്കി വെച്ചിരിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്കൊരു വാടക വരെ കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ വീസ കിട്ടിയിട്ടുണ്ടോ പോകാനായിട്ട്? കിട്ടിയ എല്ലാവർക്കും ഉണ്ടോ? എൻ്റെ അനിയത്തിനും കൊണ്ടുവരാൻ നിന്നതാണ് ഈ പ്രാവശ്യം. ഞാൻ ആദ്യമായിട്ട് ഒരിക്കൽ ധ്യാനിക്കാനായിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വെച്ചതാണ്. ഈ ഇംഗ്ലണ്ടുകാർ ഇപ്പോഴും യൂറോപ്പിലല്ലാന്ന് എനിക്കറിയില്ലായിരുന്നു. കേട്ടോ നിങ്ങൾ? അതിൻ്റെ വീസ വേറെ വേണത്രേ. ഇന്നലെ ബോർഡിങ് കാർഡ് എടുക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് ബോർഡിങ് കിട്ടണില്ല. അപ്പോൾ അതിൽ മറ്റേ നമ്പറും ഈ നമ്പറൊക്കെ ചോദിച്ചു. വെറുതെ ആ ടിക്കറ്റ് കീറി കളഞ്ഞിങ്ങോട്ട് പോകുന്നു. അതും ദൈവത്തിൻ്റെ പ്ലാൻ. അതിലൊക്കെയും നമ്മൾ വിചാരിക്കണം ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ പറയാൻ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ വീസ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്ന് ഇത് മാത്രമൊരു ജോലിയുള്ളൂ. ചില ആണുങ്ങളൊക്കെ വിചാരിക്കും അവിടെ പന്ത് കളി കാണാം, പിന്നെ എന്തൊക്കെ കാണേണ്ടത്. പെണ്ണുങ്ങൾ വിചാരിക്കും അവിടെ പോയിട്ട് കുറേ കറിയൊക്കെ വെക്കണം മുകളിലേ. ഒരു ജോലി മാത്രമുള്ളൂ, ഹല്ലേലൂയ മാത്രം. 10 ദിവസം അവിടെ ചെന്ന വഴിക്ക് ചോദിക്കും, നിനക്ക് സ്തുതിക്കാൻ അറിയോ മോളെ? ഇല്ലെങ്കിൽ ഒന്നും കൂടി പോയിക്കോ, താഴത്ത് പോയി പിന്നെ വന്നാലും മതി. എൻ്റെ കൂടെ 80 വയസ്സായ ഒരു ജർമ്മൻ സിസ്റ്ററാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 34 വർഷം ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. നേഴ്സിംഗിൽ ഒന്നിച്ച് ജോലി ചെയ്ത് കർത്താവ് ഒരുക്കി എൻ്റെ കൂടെ വന്നു. കൈ പൊന്തിക്കാൻ വരെ പറ്റാത്ത വിഷമത്തിലുള്ള ആളായിരുന്നു. ഇപ്പം കൈ പൊന്തിക്കല്ല, കാലും പൊന്തിക്കും, കളിക്കും, ഡാൻസ് കളിക്കും, കിളിയാന. ആ സിസ്റ്റർ ഇല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മലയാളി സിസ്റ്ററും കൂടെ എൻ്റെ കൂട്ടത്തിൽ. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് ഈ ഹൗസ് നടത്തുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും പ്രോഗ്രാമാണ്. ഞാൻ യേശു എന്ന് ജീവിക്കുന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് കോപ്പി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എൻ്റെ സിഗ്നേച്ചർ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ഉച്ചയ്ക്ക് സമയമെടുത്ത് നിങ്ങൾ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിഗ്നേച്ചർ തരാം. അത് വായിക്കുമ്പോൾ പലപ്പോഴും സൗഖ്യം കിട്ടുന്നുണ്ട്, ആളുകൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്.
ഞങ്ങൾക്ക് വളരെയധികം പേര് ഞങ്ങൾക്ക് സാക്ഷ്യം എഴുതി അയക്കുന്നുണ്ട്. അത് ഞാൻ എഴുതിയ പുസ്തകമല്ല, പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകമാണ്. പിന്നെ ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്, യേശുവിൻ്റെ കൂടെയുള്ള യാത്ര. അതിൽ തർജ്ജമ ഇംഗ്ലീഷ് ചെയ്യുന്നത് ജസ്റ്റിനാണ്. 110 പേജ് കഴിഞ്ഞിട്ടുള്ളത്. അത് ഹംഗറി ഭാഷയിലൊക്കെ കഴിഞ്ഞു. മറ്റേ പുസ്തകം 13 ഭാഷയിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിനി കൂടുതൽ ആഗ്രഹം വേറെ ഭാഷയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് എന്തെന്നാണ് പറയുന്നത്, ജപ്പാൻ ഭാഷ വേണമെങ്കിൽ ജപ്പാൻ ഭാഷ അയച്ചു തരാം. ജപ്പാനിലൊക്കെ വളരെയധികം ഭക്തിയുള്ള ആളുകളാണ്. ടോക്കിയോയിൽ 400 പേരാണ് ധ്യാനിച്ചത്. 400 പേര് ധ്യാനിച്ചു. അതുപോലെ അത്ഭുതം ഞാൻ ലോകത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവരുടെ വിശ്വാസം അവരെ രക്ഷിച്ചു. 28 കൊല്ലം ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റർ 2 ചെവിയിൽ നിന്ന് 2 ഇതെടുത്ത് കളഞ്ഞ് മാറ്റിയിട്ട് ഡാൻസ് കളിക്കായിരുന്നു. ഒരു ഫാദർ 78 വയസ്സായി ഫാദർ, നടക്കാൻ പറ്റാണ്ട് വന്ന ഫാദർ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കർത്താവ് സൗഖ്യം കൊടുത്ത് അവിടെ നിന്ന് ഡാൻസ് കളിച്ചു എൻ്റെ കൂടെ. വളരെയധികം അത്ഭുതങ്ങൾ. അപ്പോൾ നമുക്ക് വിശ്വാസം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ദൈവത്തിനറിയാം. ഇത് മതിയോ? മതിയോ?